ഇനി പഴംപൊരി ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നൊന്നും ആരും പറയരുതേ. അങ്ങനെ ശരിയാവാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഈസ്റ്റ് അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മുടെ മാവിനെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ ഒരു വിസ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പൂൺ കൊണ്ടായാലും കൈ കൊണ്ടായാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മിക്സാക്കി എടുക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1.5 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1/2 ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പഴം സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് പഴമാണ് കേട്ടോ. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു പഴത്തിനെ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് വല്ലാതെ കട്ടി ഉണ്ടാവില്ല കേട്ടോ. പഴം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യുന്നതാണ് കട്ടി കുറയുന്നതിനനുസരിച്ച്. അപ്പോൾ ബാക്കി പഴങ്ങളൊക്കെ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെടുക്കുന്നത് വലിയ സൈസ് പഴമാണെങ്കിൽ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് മുറിച്ച് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് പഴമുണ്ട്. എനിക്കങ്ങനെ കട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഓയിലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുക്കി പൊരിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ പഴത്തിന് നന്നായിട്ട് ആ മാവിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് മുക്കി പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ പഴമൊന്ന് ഇടുന്ന സമയത്ത് ഒന്ന് താഴ്ന്നു പോയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങോട്ട് പൊങ്ങി വരുന്നതാണ്. ആ സമയത്ത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതേപോലെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ബാക്കി പഴങ്ങളൊക്കെ ഇതേപോലെ മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മുക്കി പൊരിക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഇട്ടതിന് ശേഷം മറയ്ക്കാൻ സമയമാകുമ്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പഴംപൊരി കഴിക്കാനായിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ആ ചായക്കടയിൽ നിന്ന് കഴിക്കുന്ന ആ സെയിം ഫീല് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് വല്ലാതെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. പ്രശ്നമൊന്നുമില്ല, മാവിനൊന്നും സംഭവിക്കാൻ പോണില്ല. അല്ലാതെ കട്ടിയായി പോയാൽ പഴംപൊരി ചിലപ്പോൾ നന്നാവാൻ ചാൻസ് ഇല്ല. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കുക. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാൻ മടിച്ചു നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനലും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.